5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും UDF വെറുപ്പിച്ച് ഞങ്ങളുടെ മുന്നണിയെയും പാർട്ടിയും ജയിപ്പിക്കും എന്ന ഫീലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്, അവർ ജനങ്ങൾ എന്തായാലും വെറുപ്പിക്കും, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, തലമിത്തലായിരിക്കും. അവസാനം ജനങ്ങളും എടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ മുന്നണിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. അങ്ങനെ ജയിപ്പിക്കാവുന്ന കാലം കഴിഞ്ഞു എന്നുള്ളതിന് തെളിവാണ് 2021 തിരഞ്ഞെടുപ്പ്, തുടർഭരണം എന്ന് പറയുന്നത്. അത്തരം സിസ്റ്റമൊക്കെ മാറി. ഇപ്പോൾ ഈ ഇരുമുന്നണി സംവിധാനത്തിൽ മാറി മാറി ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോളും എന്ന് രണ്ട് മുന്നണികളും ഇനി വിശ്വസിക്കാൻ പാടില്ല. കാരണം കേരളത്തിൻ്റെ പൊളിറ്റിക്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നും എന്ത് ചെയ്യില്ല. 5 കൊല്ലം UDF നമ്മളെ ഭരിച്ച് വെറുപ്പിച്ചു, ഇനി ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും, നമ്മളൊരു നല്ലൊരു പുതിയ ഫ്രഷ് മുഖത്തെ ഞാൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും മുദ്രാവാക്യം വെച്ചാൽ മതി, അല്ലെങ്കിൽ UDF അറ്റാക്ക് ചെയ്താൽ മതി, അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ അതുകൂടി CPM നേരിടുന്നൊരു പുതിയ ചലഞ്ചാണ്. അതർവൈസ് ഞാൻ മനസ്സിലാക്കുന്നത് CPM സീരിയസ് ആയിട്ട് തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ടാവണം എന്നാണ്. കാരണം ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ നിർഭയത്വത്തോടെ സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെയാണ് പാർട്ടിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്, മേധാവിത്വം ഉള്ളത്. അപ്പോൾ എത്രമാത്രം നിർഭയമായിട്ട് സാഹചര്യം സംസാരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ഇനി അങ്ങനെയല്ല, ഈ തെറ്റിദ്ധരുത്തലൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ പലവട്ടം കണ്ടതാണല്ലോ. ഇനി ആ തെറ്റിദ്ധരുത്തൽ പ്രക്രിയയിൽ എന്തോ തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നു, വർഗീയ ശക്തികളുടെ പിന്തുണയിലാണ് UDF ജയിച്ചത്, പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, മുസ്ലിം ലീഗാണ് എന്നൊക്കെ രീതിയിലാണ് സഖാക്കൾ തന്നെ മുകളിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ടെങ്കിൽ ഒന്നും പറയാനില്ല, അതിലൊരു തിരുത്തലും വരുത്താനില്ല. അത് തന്നെ പറയാൻ മാത്രമേ കഴിയുള്ളൂ.